ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഭാഗ്യശാലി ആരെന്നറിയാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്കും ലഭിക്കും. ക്രിസ്മസ് പുതുവത്സര ബമ്പർ നേടുന്ന ഭാഗ്യശാലി ആരാണെന്നറിയാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ജനുവരി 24 ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം ഗോർഖി ഭവനിൽ വെച്ചാണ് നറുക്കെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. 20 കോടി രൂപയാണ് ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനമായി 20 വിജയികൾക്ക് 1 കോടി രൂപ വീതവും മൂന്നാം സമ്മാനമായി മറ്റ് 20 വിജയികൾക്ക് 10 ലക്ഷം രൂപ വീതവും ലഭിക്കും. നാലാം സമ്മാനം 20 വിജയികൾക്ക് 3 ലക്ഷം വീതവും അഞ്ചാം സമ്മാനം 20 വിജയികൾക്ക് 2 ലക്ഷം വീതവുമാണ്. കൂടാതെ 1 ലക്ഷം വീതമുള്ള 9 പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നുണ്ട്. 5000 രൂപ, 2000 രൂപ, 1000 രൂപ, 500 രൂപ, 400 രൂപ എന്നിങ്ങനെ സമ്മാനങ്ങളും ഉൾപ്പെടുന്നു. ആകെ 93.22 കോടി രൂപയാണ് സമ്മാന തുകയായി നൽകുന്നത്. 400 രൂപയാണ് ടിക്കറ്റ് വില. നറുക്കെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലും വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ വരെയുള്ള കണക്കുപ്രകാരം ടിക്കറ്റ് വിൽപ്പന 50 ലക്ഷം കവിഞ്ഞിട്ടുണ്ട്. 51.66 ലക്ഷം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റഴിച്ചത്. നറുക്കെടുപ്പിന് തൊട്ടു മുൻപ് വരെ ടിക്കറ്റ് വാങ്ങിക്കാമെന്നതിനാൽ തന്നെ അച്ചടിച്ച ടിക്കറ്റുകളെല്ലാം വിറ്റഴിക്കാമെന്നാണ് ലോട്ടറി വകുപ്പിന്റെ പ്രതീക്ഷ. ആകെ 55 ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് അച്ചടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 47,65,650 ക്രിസ്മസ് പുതുവത്സര ബമ്പർ ടിക്കറ്റുകളാണ് വിറ്റഴിച്ചിരുന്നത്. നേരത്തെ 50 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ചിരുന്നു. എന്നാൽ ആളുകൾ ടിക്കറ്റ് വാങ്ങാനെത്തിയതോടെ 5 ലക്ഷം ടിക്കറ്റ് കൂടി അച്ചടിച്ചിരിക്കുകയാണ്. ഇതുവരെ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം 12,20,520 ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ലയിൽ വിറ്റത്. രണ്ടാം സ്ഥാനത്തുള്ള തൃശൂർ ജില്ലയിൽ 5,44,340 ടിക്കറ്റുകളും മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്ത് 5,15,090 ടിക്കറ്റുകളും വിറ്റു. ഒന്നാം സമ്മാനം 20 കോടി രൂപയാണെങ്കിലും ഭാഗ്യശാലിക്ക് അത്രയും രൂപ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഏത് ലോട്ടറിയും പോലെ ക്രിസ്മസ് ബമ്പറിനും നികുതി ബാധ്യതയുണ്ട്. ഏകദേശം 10.3 കോടി രൂപയാകും ഉപയോഗിക്കാൻ പറ്റുന്നത്. 10% ലോട്ടറിയുടെ ഏജന്റ് കമ്മീഷൻ. അതായത് 20 കോടിയുടെ 10%മായ 2 കോടി ഏജന്റ് കമ്മീഷനായി ഈടാക്കും. ഇതിനുശേഷം ലഭിക്കുന്ന 18 കോടി രൂപ തുടർന്ന് 30% രൂപ നികുതിയായും ഈടാക്കും. നികുതിക്ക് ശേഷം വരുന്നത് 12.6 കോടി രൂപയാണ്. അതായത് 12.6 കോടി രൂപ വിജയുടെ അക്കൗണ്ടിലെത്തും. പക്ഷേ കാര്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. നികുതി തുകയിൽ നിന്ന് 37% സർചാർജ് അടയ്ക്കണം. അതായത് ഏകദേശം 1.99 കോടി രൂപ. ഇനി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൂടി അടയ്ക്കേണ്ടതുണ്ട്. ക്രിസ്മസ് ബമ്പറിന്റെ കാര്യത്തിൽ അത് ഏകദേശം 29.59 ലക്ഷം രൂപ വരും. അങ്ങനെ ഒടുവിൽ ഏകദേശം 10.3 കോടി രൂപയാണ് വിജയികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഏകദേശം കണക്കുകൂട്ടലാണിത്. അന്തിമ കണക്കിൽ നേരിയ മാറ്റമുണ്ടാകാം. കേരള ക്രിസ്മസ് ബമ്പർ ഫലങ്ങൾ നറുക്കെടുപ്പിനിടെ തത്സമയം പ്രഖ്യാപിക്കുകയും വൈകുന്നേരം ഏകദേശം 4 മണിയോടെ www.kerala.lottery.com എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അന്തിമ അതോറിറ്റിയായി കണക്കാക്കപ്പെടുന്ന കേരള സർക്കാർ ഗസറ്റിലും ഫലങ്ങൾ പ്രത്യക്ഷപ്പെടും. വിജയികൾ നറുക്കെടുപ്പിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് സമർപ്പിക്കണം. 10 ലക്ഷം വരെയുള്ള സമ്മാനങ്ങൾ ജില്ലാ ലോട്ടറി ഓഫീസുകളിൽ നിന്ന് ലഭിക്കും. ഉയർന്ന സമ്മാന തുകയുള്ള ക്ലെയിമുകൾ സംസ്ഥാന ലോട്ടറി ഡയറക്ടറേറ്റിന് സമർപ്പിക്കണം. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.